അപ്പോൾ ആഭ്യന്തര കുറ്റവാളി സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സിനിമകളെക്കുറിച്ചുള്ള യഥാർത്ഥ അഭിപ്രായങ്ങൾ ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കഥയായിട്ടാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ എഴുതി സേതുനാഥ് പത്മകുമാർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ സിനിമയെ നോക്കുമ്പോൾ ഒരു നല്ല ക്വാളിറ്റിയുള്ള കഥ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല, ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. കഥയ്ക്ക് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്, കാരണം നാച്ചുറലായ കാര്യങ്ങളെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ള പുരുഷന്മാർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് ഈ സിനിമയിൽ ബേസായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല വിഷയമാണ്. പിന്നെ അതിന് എന്താണ് പ്രതിവിധി കാര്യങ്ങളൊക്കെ അതങ്ങനെ പോകുന്നു സിനിമ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഓക്കെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഒരു ഡൗണായി നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. സിനിമയുടെ തുടക്കം മുതലേ ആകെ വെറുപ്പിക്കലും അതേപോലെ മുഷിപ്പിക്കലുമായിട്ടാണ് കഥ അങ്ങനെ പുരോഗമിക്കുന്നത്. ഇതിലെ തുളസി ഹരിദാസിൻ്റെ കഥാപാത്രം ഭയങ്കര വെറുപ്പിക്കലുമാണ്, അതേപോലെ ദേഷ്യം വരുന്ന രീതിയിലുമാണ് ഉള്ളത്. അത് ആ നടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് കഥയുള്ളത്. അപ്പോൾ ആ കഥാപാത്രം എങ്ങനെയോ അത് അവർ ചെയ്യണമല്ലോ, അത് അവർ ആ ഒരു അർത്ഥത്തിൽ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയാം, ഒരു വെറുപ്പിക്കൽസ് കഥാപാത്രമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കഥാപാത്രം അങ്ങനെ ഇരിക്കുന്നു. അതേസമയം ഇതിലെ ഹീറോ സഹദേവൻ കഥാപാത്രം ആസിഫ് അലിയാണ്. സഹദേവൻ്റെ കഥാപാത്രവും ഇടവേള വരെയും അങ്ങനെ ഒരു 8-10 പോകുന്നുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും ആസിഫ് അലിക്ക് ഈ സിനിമയിൽ ചെയ്യാനില്ല, അവസാനമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുവരെ ഒരു 8-10 ഒരു നോർമൽ കഥാപാത്രമായിട്ടാണ് പോകുന്നത്. ഒന്നും തന്നെ കക്ഷി കാര്യമായിട്ട് ആ കഥാപാത്രം കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതും നമുക്കൊരു നിരാശ തരുന്നു. അതിനിടയ്ക്ക് ഏക ആശ്വാസമായിട്ടുള്ളത് അസീസ് നെടുമങ്ങാടിൻ്റെയും ആനന്ദ് മന്മഥൻ്റെയും കോമഡിയാണ്. രണ്ടുപേർക്കും, അവർ മാത്രമല്ല വേറെ ചില കഥാപാത്രങ്ങളും കോമഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചിരിക്കാനുണ്ട്. പക്ഷേ അതേസമയം 18+ ആയിട്ട്, അതായത് അഡൾട്ടായ കോമഡികളും ഉണ്ട് കേട്ടോ. അത് കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. എന്നാലും ചിരിക്കാനുണ്ട്, അതൊരു ആശ്വാസമായിട്ട് സിനിമയിൽ അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് സിദ്ധാർത്ഥ് ഭരതനാണ്. ഈ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചു എന്ന് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു കഥാപാത്രം സിദ്ധാർത്ഥ് ഭരതനാണ് കേട്ടോ. കക്ഷി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. കക്ഷിയുടെ ആ ഒരു വേഷം എന്താണോ കൊടുത്തിരിക്കുന്നത് അതായിട്ട് തന്നെ പുള്ളി മാറിയിട്ടുണ്ട്. ആ മോളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള അച്ഛൻ്റെ ആ ഒരു തേങ്ങൽ, വിഷമം, അതൊക്കെ എങ്ങനെയാണ് പുള്ളി അഭിനയിച്ച് ആ താടിയും ഇതൊക്കെ വെച്ചിട്ട് ആ ഒരു കഥാപാത്രമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ അത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ഉള്ളിലൊരു കരച്ചിൽ വരുന്ന പോലത്തെ ഒരു ഫീലാണ് പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. പ്രേക്ഷകർക്കൊക്കെ അങ്ങനെ ഒരു ഫീലിംഗ് സിദ്ധാർത്ഥ് ഭരതൻ തൻ്റെ അഭിനയത്തിലൂടെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കക്ഷി പൊളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ കഥാപാത്രവും ഏകദേശം അങ്ങനെ തന്നെയാണ്. കക്ഷിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ മറ്റൊരു ഹീറോയിനായിട്ട് ശ്രേയ രുക്മണി, അവരുടെ കഥാപാത്രം നന്നായിട്ടുണ്ട് കേട്ടോ. കുറേ കോമഡിയുണ്ട്. അതേപോലെ മറ്റൊരു കാര്യവും അവർക്കിതിലുണ്ട്, ഇതിലെ സഹദേവൻ കഥാപാത്രവുമായിട്ട്, അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സിനിമ പുരോഗമിക്കുന്നത്. അപ്പോൾ ഇതിൽ സഹദേവൻ്റെ കഥാപാത്രം ഇടവേളയ്ക്ക് ശേഷം കുറച്ചങ്ങോട്ട് പോയിട്ട് ഒരു നീണ്ട ഡയലോഗൊക്കെ പുള്ളിക്ക് ചെയ്യാനുണ്ട്. ആ ഭാഗത്ത് ആസിഫ് അലിക്ക് പറയാനുണ്ട് കാര്യങ്ങൾ, അത് നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഉള്ള നാച്ചുറലായ ഒരു കഥയാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും ഒരു സിനിമാറ്റിക് മോഡലിൽ ഒരു പ്രേക്ഷകൻ ഈ സിനിമ, അതായത് ഞാൻ എന്നെ തന്നെ പറയാം, ഞാൻ ഒരു പ്രേക്ഷകനായി ഈ സിനിമ കാണുമ്പോൾ എന്നെ അങ്ങോട്ട് മുഴുവനായിട്ടും തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ പല കഥാപാത്രങ്ങൾക്കും ഒരു പൂർത്തീകരണം വരുന്നില്ല. അതൊരു വലിയ നെഗറ്റീവ്, ഒരു മൈനസ് പോയിൻ്റായിട്ട് ഈ സിനിമയിൽ അവശേഷിക്കുകയാണ്. ഇപ്പോൾ സഹദേവൻ്റെ കഥാപാത്രം, അതേപോലെ ശ്രേയ രുക്മണി, അവർക്കുള്ള കാര്യങ്ങളിൽ ഒരു പൂർത്തീകരണം വരുന്നില്ല. അതേപോലെ സഹദേവൻ്റെ
ജോലിയുടെ കാര്യത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരുന്നില്ല. അതേപോലെ വേറെ 2 കഥാപാത്രങ്ങൾ ഇതിൽ കോടതിയിൽ കേസൊക്കെ വരുന്നുണ്ട്. അവർക്കും തന്നെ ഒരു തൃപ്തി തരുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പൂർത്തീകരണം, ഒരു സംതൃപ്തി കാണുന്നവർക്ക് ലഭിക്കുന്നില്ല. അതൊരു വലിയ പോരായ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഒരു ആവറേജ് മൂവി ആയിട്ട് തോന്നി, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ആസിഫ് അലി ഇപ്പോൾ കുറേ സിനിമകൾ അഭിനയിക്കുന്നതൊക്കെ നല്ല സിനിമകൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടോ നല്ല ആക്ഷൻ ചിത്രങ്ങൾ ചെയ്ത് ഞാൻ കാണുന്നില്ല. അത് പുള്ളിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് വരുന്നില്ല. അത് കുറേ ആയി കണ്ടിട്ട്. ആ ഒരു ബിജു മേനോൻ്റെ ഒപ്പം ഒരു സിനിമ ചെയ്തിരുന്നു, അതിൽ കുറച്ച് ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ടൊവിനോയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻ ആസിഫ് അലി അങ്ങോട്ട് ചെയ്യുന്നില്ല. അത് ഉണ്ടാകുമെന്ന്, ഒരു സിനിമ ഉണ്ടാകുമെന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. അത് ഉണ്ടാകുമായിരിക്കും, അതിനായിട്ട് കാത്തിരിക്കുന്നു. കാരണം അതുകൂടി കക്ഷി ചെയ്യാനുണ്ട്, അതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.